മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വന്നു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, അടിയിട്ടിട്ട് പോയി കളയും. എടുത്തായിരുന്നു ഞങ്ങളുടെ കുറെ നോവലുകളൊക്കെ കണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കൾ ഒരു റേറ്റിംഗ്? തീർച്ചയായിട്ടും രാഹുൽ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലുള്ളൊരു കാലത്തെ കഥയാണ് പറയുന്നത്. ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവില്ല. ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടർ വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറെ പറ്റി രണ്ട് വാക്ക് പറയണം. സുഷിൻ ശ്യാമിന്റെ ശിഷ്യനാണ്. മാക്സിമം സൗണ്ടിൽ കാലഘട്ടം ഫീൽ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഇങ്ങനെ ചെയ്തു പോയി ഇങ്ങനെയൊക്കെ സാധനം വന്നു. മറ്റേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഞാൻ രാഹുലേട്ടനായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടായല്ല, കുറെ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയല്ല. നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുകയും ഞാൻ ആകെ പറഞ്ഞത് ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ക്രിസ്റ്റോ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു. അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഫുൾ കുറെ ഇരുന്ന് അതിനെ കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിലും ഷൂട്ടിംഗ് സമയത്ത് ക്രിസ്റ്റോ വന്ന് ഓരോ സീനിനും ഇങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷേപ്പ് ആയി വന്നത്. പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയ ടൈമിൽ വിഷ്വൽ നമ്മൾ കാണും, രാവിലെ നിന്ന് ഓരോന്ന് കാണിച്ചു തരാം. അപ്പൊ വിഷ്വല് കാണുമ്പോൾ എനർജി ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ എനർജിയുടെ റിസൾട്ട് ആയിരിക്കാം മേ ബി നന്നായിട്ട് വന്നിട്ടുണ്ട് വിചാരിക്കും. സിദ്ധാർത്ഥനോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ തന്നെ 2 ഫിലിമില് ഒരുമിച്ച് അഭിനയം, ബസൂക്കയിലും ഉണ്ട്, ഇപ്പൊ ബ്രഹ്മത്തിലും. അപ്പൊ ഇതില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റേതിൽ കുറച്ച് സ്റ്റൈലിഷും ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ടും 2 തരം സിനിമയുണ്ട്, രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ 2 തരത്തിൽ തന്നെയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന
അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ് എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും തീർച്ചയായും ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും പുതിയ അനുഭവം തന്നെയാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.